എന്താണ് ചിന്ത പറഞ്ഞത് ആർഷഭാരത സംസ്കാരത്തെ കുറിച്ച്? നോക്കിക്കോളൂ. ഈ നാടിനൊരു പാരമ്പര്യമുണ്ട്. വർണ്ണാശ്രമങ്ങളിലൂടെ തഴച്ചു വളർന്ന് നീയല്ലേ പണി കിട്ടിയ ആസേത് ഹിമാചലം വരെ പടർന്നു പന്തലിച്ചു കിടക്കുന്ന ആർഷഭാരത സംസ്കാരം. ചിന്ത ഇത് തന്നെയാണ് സംഘപരിവാറും പറയുന്നത്. ആർഷഭാരത സംസ്കാരത്തിൽ വിശ്വസിക്കൂ, ഇന്ത്യയുടേത് ആർഷഭാരത സംസ്കാരമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് അവരുടെ വാദം. രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. ആ പ്രസംഗത്തിന്റെ ബാക്കി കൂടി ഉണ്ട്. ആ പ്രസംഗത്തിന്റെ ബാക്കി കൂടി എന്താണ്? നാനാത്വത്തെ കുറിച്ച്, ബഹുസ്വരതയെ കുറിച്ച്. ശരിയാണ്. നാനാത്വത്തെ കുറിച്ച്, വൈവിധ്യത്തെ കുറിച്ച്, ബഹുസ്വരതയെ കുറിച്ച് ഒക്കെ തന്നെയാണ് ചിന്ത പറയുന്നത്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. അതല്ലെന്നല്ല. പക്ഷേ ചോദ്യം ഇതാണ്, നാനാത്വവും ബഹുസ്വരതയും എവിടെയാണ് ആർഷഭാരത സംസ്കാരത്തിൽ? 26 മിനിറ്റുമുള്ള പ്രസംഗം മുഴുവനായി കാണിക്കാൻ കഴിയില്ലല്ലോ. ഇല്ല, അല്ല പ്രവീൺ, അത് കഴിയില്ല. ഞാൻ ചിന്ത ഇതാണ് ചോദ്യം. ആർഷഭാരത സംസ്കാരത്തിൽ എവിടെയാണ് നാനാത്വവും നാനാത്വവും വൈവിധ്യവും ബഹുസ്വരതയും? എന്താ ഉറക്കം വരുന്നു? അല്ല, ഞാനത് വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഈ നാടിനൊരു സംസ്കാരമുണ്ട്. ഈ നാടിന്റെ സംസ്കാരം എന്ന് പറയുന്നത് വർണ്ണാശ്രമങ്ങളിലൂടെ തഴച്ചു വളർന്ന ആസേത് ഹിമാചലം വരെ നീണ്ടുകിടക്കുന്ന സംസ്കാരമാണെന്നോ മറ്റോ ആണ് ഞാനത് സൂചിപ്പിച്ചിട്ടുള്ളത്. നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ, മതിലോ. അതിനുശേഷം ഞാൻ പറയുന്നുണ്ട്, ഈ രാജ്യത്തിന് വ്യത്യസ്തതകളുണ്ട്. വ്യത്യസ്തതകളുടെ മണ്ണാണ് ഭാരതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇത് തന്നെയാണ് ആ പ്രസംഗത്തിന്റെ പ്രശ്നം. ചിന്ത അല്ല, തുടക്കം മുതൽ അവസാനം വരെ ഇത്തരം വൈരുദ്ധ്യങ്ങളാണ് നിൽക്കുന്നത്. ഈ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ സംഘപരിവാർവാദികൾ പറയുന്നത് അത് ഒരൊറ്റ സംസ്കാരമാണ്. പിന്നെ നാണക്കെടുത്തി. അതിൽ വൈവിധ്യങ്ങളില്ല, ഏകത്വമാണ് അതിന്റെ സ്വഭാവം എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ സംസാരിക്കുന്നത് അവിടെയാണ് ഇത് ആർഷഭാരത സംസ്കാരമാണെന്ന് പറഞ്ഞിട്ട് നാനാത്വത്തെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ പക്ഷക്കാർ പറയുന്നത് ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് ഒറ്റ സംസ്കാരമാണ്, ഒരൊറ്റ പക്ഷമാണ്, ഒരൊറ്റ നിലപാടാണ്, ഒരൊറ്റ കാഴ്ചപ്പാടാണെന്നാണ്. അതിൽ ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ബഹുസ്വരതയും നാനാത്വവും വളരെ കൃത്യമായി പറയുന്ന സംസ്കാരം തന്നെയാണ് ആർഷഭാരത സംസ്കാരം. ഋഷികളുടെയും വേദങ്ങളുടെയും സംസ്കാരമല്ല അത്. താങ്കൾ പറയുന്ന നാനാത്വവും ബഹുസ്വരതയും ഉണ്ടെങ്കിൽ അതിനെ അങ്ങനെ വിളിക്കാൻ കഴിയില്ല. അത് മതേതര സംസ്കാരമാണ്. അത് പരമ്പരാഗതമായി ഇന്ത്യ കൈക്കൊണ്ടു വന്നിട്ടുള്ള ബഹുസ്വരതയുടെ സംസ്കാരമാണ്. ആർഷഭാരത സംസ്കാരം എന്ന് വിളിക്കല്ലേ അത്? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ, ഇനി സ്വസ്ഥമായിട്ട്